അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകത്തു. എരിയും തിരികളായി അഗ്നിനാളങ്ങളായി പടരൂ ചൊരിയൂ തമസകത്തു. അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും വലിച്ചിടട്ടെ. വെൺതിങ്കൾ കല പോലെ പ്രഭവിതറി ഒളിച്ചിതറി മനസ്സും ഹൃദയവും വലിച്ചിടട്ടെ. ധർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെ നീങ്ങിടട്ടെ. ധർമ്മധർമ്മങ്ങൾ ചിന്തകളൊക്കെ നീങ്ങിടട്ടെ. നടനമായി ചടുലതാളമായി നടനമായി ചടുലതാളമായി നടനുണരുമീ വേളയിൽ രാഗവീചികൾ മേളങ്ങൾ നൃത്തനൃത്യവും നാട്യവും സർവം ശുഭമായിടാൻ സ്വർഗനാഥ തുണയ്ക്കണേ. ഓം സർവേശസൂനോ നമഃ. ഓം കാരുണ്യമൂർത്തേ നമഃ. ഓം സച്ചിദാനന്ദരൂപ നമഃ. ഓം ശ്രീയേശുനാഥ നമോ നമഃ. and retired SP Prince Abraham. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് DYSP സിബി തോമസ്. ഒപ്പമുള്ളതും ഏറെ പരിചിതനും പലതവണ ഈ സ്ഥാപനത്തിൽ വരികയും തൻ്റെ അറിവും അനുഭവവും പങ്കുവെക്കുകയും ചെയ്യുന്ന
ഈ സ്ഥാപനത്തിൻ്റെ സുഹൃത്തും ഈ കോളേജിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളുടെ പിതാവുമായ, പറയേണ്ടെന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയുകയാണ്, അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഈ കോളേജിൽ പഠിക്കുന്നുണ്ട്. റിട്ടയർഡ് SP പ്രിൻസ് എബ്രാത്തിനെ ഏറെ സ്നേഹത്തോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The man behind the success of each and every one of you, he is Father Francis Karakat, your principal, our principal. His meticulous follow-up of all academic and non-academic pursuit of all students is beyond reckoning. Father Fidel Tachil, the administrator of the college, who is behind to provide all infrastructure and the facilities required for the better running of the college. Father Fidel, you too have a share in the success of these students. We welcome you wholeheartedly. We cannot forget our former teachers, the heads of the departments, members of the management council, who played a significant role in the success of these students who are passing out. We are extremely glad to have Father Bastin Elisheri, our former manager, the head of the Department of Father Jason, the former head of the Department of English, Father Sojan Panachikil, the former head of the Department of Social Work. Unfortunately, he is not here, he is not well, and so he is unable to travel. He sends his wishes. And to all of you, a hearty welcome. We welcome Father Sindo and Mr. Kevinson, the vice principals of the college, and Mr. Kevin Layola, the head of the Department of Computer Science. We welcome Nelvin, the college union chairman, the other members of the college union. We welcome Mr. Matthew Pandamblakil and Mrs. Mercy Maria, the PTA representatives. And to all of you, a hearty welcome. Welcome to you all the members of the staff, both teaching and non-teaching. May the blessing of all your teachers and mentors be there to assist you in your journey ahead. Let your years ahead continue to be characterized by empathy, compassion, objectivity, and willingness to take a risk. May the values that you have learned and lived by while you were here at Don Bosco be your light and your strength. വേദി പങ്കിടുന്നതിനായി വിദ്യാർത്ഥികൾക്ക് വഴികാട്ടികളായി അവരുടെ ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ അധ്യാപക പ്രതിനിധികളെ കൂടി ക്ഷണിക്കാം. MA വിഭാഗം ഇൻചാർജ് ദീപ ദിവാകർ മിസ്, കോമേഴ്സ് സോജിമോൾ മിസ്, MSc സൈക്കോളജി HOD ഡൈനാസ് കറിയ മിസ്, മാത്സ് വിഭാഗം HOD പ്രിജ മിസ്, BSW ഇൻചാർജ് ശരത് കൃഷ്ണൻ സർ, BBA HOD സുനിത മിസ്, BCA ഇൻചാർജ് സിന്ധു മിസ് എന്നിവരെ കൂടി സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കല്ലിൽ നിന്നും മനോഹരമായ ശില്പം പണിയുന്ന ഒരു ശില്പിയുടെ വൈദഗ്ധ്യത്തോടെ തൻ്റെ കലാലയത്തിൽ എത്തിച്ചേരുന്ന ഓരോ വിദ്യാർത്ഥിക്കും വളരാനും ഉയരാനുമുള്ള ഉർവരതയുടെ സംഗീതമായ ഒരു പ്രിൻസിപ്പൽ ഈ ചടങ്ങിൽ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിനായി അവരെ സാദരം ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യാതിഥി DYSP CB തോമസ് സർ, വിശിഷ്ടാതിഥിയായി വേദി അലങ്കരിക്കുന്ന റിട്ടയർഡ് സൂപ്രണ്ടൻറ്റ് ഓഫ് പോലീസ് പ്രിൻസ് എബ്രഹാം സർ, കോളേജ് മാനേജർ റെക്ടർ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സോഷ്യൽ വർക്ക് ഫാദർ ഡോക്ടർ ജോയ് ഉള്ളാട്ടിൽ, former rector, manager and former head of the Department of Journalism, Father Dr. Bastin Elisheri, all the other dignitaries here on stage. ഏറ്റവും മധുരിതമായ നിങ്ങൾ ഈ കോളേജിൽ കഴിഞ്ഞ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം പഠിച്ചിരുന്ന സമയത്ത്
പ്രതീക്ഷയോടെ കാത്തിരുന്ന ദിവസം 22 വർഷമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വേറിട്ട കലാലയമായി, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ മോഡൽ ക്യാമ്പസായിട്ട് വളർന്നു വരുവാനായിട്ട് ഈ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് സുരക്ഷിതമായ ഇടം. രണ്ടാമതായിട്ട് ഇത് മികവിൻ്റെ ഇടമാണ്, എ സെൻറ്റർ ഓഫ് എക്സലൻസ്. നമ്മുടെ പൂർവികർ എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന സനാതന മൂല്യങ്ങളുടെ കൈമാറ്റം. സിബി സർ നമ്മളോടൊപ്പം ഈ മുഖ്യാതിഥിയായി ഈ വേദി പങ്കിടുന്നത് നമുക്ക് അഭിമാന നിമിഷമാണ്. പ്രിൻസ് സാർ ഈ കലാലയം ഏറ്റവും പ്രിയപ്പെട്ട കലാലയമാണ്. അദ്ദേഹത്തിൻ്റെ പോലീസ് ഔദ്യോഗിക ജീവിത കാലഘട്ടത്തിൽ ഒത്തിരിയേറെ വർഷങ്ങൾ ഇരിട്ടിയിൽ അദ്ദേഹം ചെലവഴിച്ചിട്ടുണ്ട്. CI ആയിരിക്കുന്ന സമയത്ത് 2003 അദ്ദേഹം ഇവിടെ കോളേജിൽ വന്നിട്ടുണ്ട്. ഒരുപാടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സ്വഭാവ വൈശിഷ്ട്യമുള്ള വ്യക്തികളായിട്ട് നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും നാട്ടിലും നിങ്ങളുടെ തൊഴിൽ മേഖലകളിലും അറിയപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. താങ്ക് യു. ഇനി ഏറെ ധന്യമായ ഒരു നിമിഷമാണ്. അജ്ഞതയുടെ ഇരുട്ടുമാറ്റി അറിവിൻ്റെ വെളിച്ചം പകർന്ന് ഭദ്രദീപം തെളിച്ചുകൊണ്ട് ഔദ്യോഗികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി വിശിഷ്ടാതിഥികളോട് അഭ്യർത്ഥിക്കുന്നു. DYSP സിബി തോമസ് സർ, ശ്രീ പ്രിൻസ് എബ്രഹാം സർ, ഫാദർ ഡോക്ടർ ജോയ് ഉള്ളാട്ടിൽ, ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്, ഫാദർ ഡോക്ടർ ബാസ്റ്റിൻ നെല്ലിശ്ശേരി, ഫാദർ ജെയ്സൺ, ഫാദർ സിൻഡോ ജോസ്, ഫാദർ ഫിഡൽ തച്ചിൽ, മിസ്റ്റർ കെവിൻസൺ കുര്യൻ, മിസ്റ്റർ മാത്യു പന്തപ്ലാക്കൽ, മിസ്സിസ് മേഴ്സി മരിയ. കേരള പോലീസിന്റെ ഭാഗമായ ധൈഷണിക വ്യക്തിത്വം. 2017 SI സാജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട്
തൊണ്ടിമുതലും ദൃക്സാക്ഷിയും എന്ന സിനിമയിലൂടെ വെള്ളിത്തിരയിൽ. പിന്നീട് അങ്ങോട്ട് കുട്ടനാടൻ മാർപ്പാപ്പ, പ്രേമസൂത്രം, ഒരു കുപ്രസിദ്ധ പയ്യൻ, സിദ്ധാർത്ഥൻ എന്ന ഞാൻ, ഹാപ്പി സർദാർ, ന താൻ കേസുകൊട്, പാൽത്തു ജാൻവർ തുടങ്ങിയ മലയാള സിനിമകളിലും ജയ് ഭീം എന്ന തമിഴ് സിനിമയിലും പല കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ അഭിമാനമായി മാറി. കലാജീവിതം പോലെ തന്നെ വർണ്ണശബളിതമായ ഔദ്യോഗിക ജീവിതത്തിന് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ നിയമത്തിൻ്റെ കാവൽക്കാരൻ. കാക്കിയും കലയും ഒരു നാണയത്തിന് ഇരുവശം പോലെ മൂല്യമുള്ളതാക്കി മാറ്റിയ മഹാപ്രതിഭ ബഹുമാനപ്പെട്ട DYSP ഞങ്ങളുടെ വിശിഷ്ടാതിഥി സിബി തോമസ് സാറിനെ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക്, ഈ വേദിയിലേക്ക് സഹർഷം സാദരം സ്വാഗതം ചെയ്യുന്നു. പ്രൗഢഗംഭീരമായ ഈ ചടങ്ങിൻ്റെ ബഹുമാനീയനായ അധ്യക്ഷൻ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് കാരക്കാട്ട്, എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനും ഇന്നത്തെ കീനോട്ട് അഡ്രസ് തരാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രിൻസ് സാർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, ഈ ഡോൺ ബോസ്കോ കോളേജിൽ പലതവണ എന്നെ വിളിച്ചിരുന്നു. പല പ്രോഗ്രാമുകളിൽ, ചെറിയ പ്രോഗ്രാമുകളാണെങ്കിൽ പോലും, അസോസിയേഷൻ്റെ പ്രോഗ്രാമുകൾ പോലും വിളിച്ചിരുന്നു. കാരണം എൻ്റെ കസിൻസിൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചിരുന്നു. പക്ഷെ പലപ്പോഴും എനിക്കിവിടെ വരാൻ സാധിച്ചിരുന്നില്ല. ഇപ്രാവശ്യവും വരാൻ സാധിക്കുമെന്ന് തോന്നിയതല്ല. കാരണം ഇന്ന് എനിക്ക് തിരുവനന്തപുരത്ത് പോകണം വൈകുന്നേരം. നാളെ ADGPയുടെ കോൺഫറൻസാണ്. അപ്പോൾ എൻ്റെ ഗുരുനാഥൻ പ്രിൻസാറ് വിളിച്ചിട്ട് പറഞ്ഞ്, ഈ തൃശ്ശൂർ ഞാനങ്ങ് എടുക്കുക എന്ന് പറഞ്ഞതുപോലെ പറഞ്ഞ്, എന്നാൽ ഞാനങ്ങ് ഉറപ്പിക്കുക, നീ വന്നേക്കണം എന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് നോ പറയാൻ പറ്റാത്തൊരവസ്ഥയായില്ലേ. എന്തായാലും വന്നില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായി പോയത് എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത്. കാരണം ഇത്ര മഹത്തായ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഇത്ര നല്ല വാക്കുകൾ കേട്ട് നമ്മുടെ എല്ലാവരും പുകഴ്ത്തി പറയുന്നത് കേൾക്കുമ്പോൾ ഒരു രസമല്ലേ, ഒരു പോസിറ്റീവ് എനർജി അല്ലേ. പിന്നെ ഒരുപാട് ചിരിക്കുന്ന മുഖങ്ങൾ, ഒരുപാട് 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 നല്ല നല്ല ഈ ഭാരതത്തിൻ്റെ ചരിത്രത്തിലേക്ക് എഴുതി ചേർക്കാവുന്ന ഒരുപാട് ഏടുകൾ സമ്മാനിക്കാൻ പോകുന്ന കുറേ കുട്ടികളാണ് നിങ്ങൾ. അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക, ഇതൊക്കെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് എനർജി തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഞാനാദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നിവിടെ നിൽക്കാൻ കഴിഞ്ഞത്, ഒന്ന്, ഞാനൊരു പോലീസ് ഓഫീസർ ആയതുകൊണ്ടാണ്. രണ്ടാമത്, ഞാനൊരു സിനിമ നടനായതുകൊണ്ടും ഒരു നോവലിസ്റ്റൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ എനിക്കിപ്പോൾ 51 വയസ്സായി. ഈ 51 വയസ്സിനുള്ളിൽ ഞാൻ 4-5 വർഷമായിട്ടുള്ളൂ ഈ സിനിമയിലേക്ക് കയറിയിട്ട്. 2 വർഷമേ ആയിട്ടുള്ളൂ നോവൽ എഴുതിയിട്ട്. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ കാലം പരാജയത്തിൻ്റെ കാലമായിരുന്നു. ഞാൻ 2-3 പരാജയത്തിൻ്റെ കഥകൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇന്നത്തെ കുട്ടികൾ പരാജയം വരുമ്പോഴത്തേക്കും ഡിപ്രഷനിലേക്ക് പോവുകയും ജീവിതം അവസാനിപ്പിക്കാനുള്ള ചിന്തകളിലേക്ക് പോകുന്നതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ ഏതാനും 2-3 അനുഭവങ്ങൾ പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം നിർത്താം. ആദ്യമായി തന്നെ പറയുന്നത്, കേരളത്തിൻ്റെ തന്നെ ഏറ്റവും വടക്കേറ്റത്ത്, ഏറ്റവും റിമോട്ട് ഡിസ്ട്രിക്റ്റായ കാസർഗോഡിൻ്റെ ഏറ്റവും ഉൾഗ്രാമമായ ചുള്ളി എന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അപ്പോൾ ചുള്ളിക്ക് അപ്പുറം ജീവൻ എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഫോറസ്റ്റാണ്, അത് കഴിഞ്ഞ് കർണാടക ഫോറസ്റ്റാണ്. പിന്നീട് വേണം നമുക്കൊരു ജീവനുള്ള ഒരു മനുഷ്യനെ കാണാനായിട്ട്. അപ്പോൾ അത്രയും റിമോട്ടായ ഒരു സ്ഥലത്ത് സാധാരണ ഗവൺമെൻറ് സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ഒരു സൈഡിലേക്ക് 6.5 കിലോമീറ്റർ എനിക്ക് നടക്കണം, നടന്നു തന്നെ പോകണം, അവിടെ ബസ്സില്ല. അപ്പോൾ വല്ലപ്പോഴും ബസ്സുകൾ കിട്ടിയാലേ യാത്രയുള്ളൂ. ഇതൊക്കെ പറയുന്നത് 76, 77, 78 ആ കാലഘട്ടത്തിലെ സ്കൂൾ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ 13 കിലോമീറ്റർ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടാണ് ഞാൻ സ്കൂളിൽ പോയിരുന്നത്. അവിടെ പഠിച്ച ഞാൻ ആദ്യത്തെ പരാജയം രുചിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. ഏറ്റവും നല്ല രീതിയിൽ പഠിച്ചു വരുന്നതായിരുന്നു. 10ാം ക്ലാസ്സിൽ ഞാൻ സ്കൂൾ ലീഡറൊക്കെ ആയിരുന്നു. ആ സമയത്ത് കുറച്ച് ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ പോയതുകൊണ്ടായിരിക്കും അന്ന് സ്കൂളിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്ന ആളുടെ പേര് അവിടുത്തെ ഒരു ബോർഡിൽ എഴുതി വെക്കും. അത് എല്ലാ കാലത്തും നിലനിൽക്കുന്നതാണ് ആ പേര്. അതിനർഹനാകണമെന്ന് പ്രാർത്ഥിച്ച് പഠിച്ചു പരീക്ഷ എഴുതി. ഞാൻ അതിൽ എത്തിയില്ല. 3ാമതായിട്ട് ഞാൻ അവിടെ നിന്ന് ഫിനിഷ് ചെയ്യേണ്ടി വന്നു. എനിവേ, കുഴപ്പമില്ലാത്ത മാർക്കായതുകൊണ്ട് നിർമ്മലേരി കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവിടെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയി. പ്രീ ഡിഗ്രിയും അവിടെ ചെയ്തു. അപ്പോഴൊക്കെ ഞാൻ ഈ കലാജീവിതത്തിലേക്ക് ശരിക്കും കാൽവെച്ച് നടന്ന് അവിടെ നിന്നാണ് എൻ്റെ കലാജീവിതത്തിൻ്റെ ഒരു തുടക്കമെന്ന് തന്നെ പറയാം. ഗാനാലാപനത്തിനായി MSW വിഭാഗം വിദ്യാർത്ഥിനി പ്രീജിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഒരു രാ പാടി
അധ്യാപന രംഗത്ത് സേവന പരിചയം. 1995 കേരള പോലീസിന്റെ ഭാഗമായി മാറി. സുൽത്താൻ ബത്തേരി, നാദാപുരം തുടങ്ങി നിരവധി ഇടങ്ങളിൽ സബ് ഇൻസ്പെക്ടറായി സേവനം. 2003 സർക്കിൾ ഇൻസ്പെക്ടർ, 2010 DYSP, 2021 അഡീഷണൽ SP, റിട്ടയർമെന്റിന്റെ സമയത്ത് കോഴിക്കോട് വിജിലൻസ് SP എന്നിങ്ങനെ ഔദ്യോഗിക ജീവിതത്തിൽ വെച്ചടി നേട്ടങ്ങൾ കൊയ്ത പ്രതിഭ. 150ഓളം ഗുഡ് എൻട്രി സർവീസുകൾ, മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡൽ, നിരവധി അവാർഡുകൾ. ഇങ്ങനെ മാതൃകാ വ്യക്തിത്വത്തിനുടമയായ നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ പ്രിൻസ് എബ്രഹാം അവറുകളെ മുഖ്യഭാഷണത്തിനായി ഏറെ ബഹുമാനത്തോടെ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് ഈ സമ്മേളനത്തിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനായ കോളേജ് പ്രിൻസിപ്പൽ, വേദിയിലുള്ള വൈദികരെ, അധ്യാപകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, എല്ലാറ്റിലുമുപരി ഗ്രാജുവേഷൻ നേടിയ വിദ്യാർത്ഥിനികൾ, ഈ സമയം എല്ലാവർക്കും I say congratulations to all graduates, especially the toppers. ഞാൻ എന്താ കൂടുതൽ പറയാമെന്ന് എനിക്കറിയത്തില്ല. സിബി യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു. പരാജയം പറയാൻ എല്ലാവർക്കും മടിയാ, അത് പറയാനൊരു ധൈര്യം വേണം. ഈ കുട്ടികളുടെയൊക്കെ മനസ്സിൽ വലിയ ആരാധനാപാത്രമായ സിബി വിജയത്തെക്കുറിച്ചല്ല പറഞ്ഞത്, പരാജയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്. അത് വളരെ മോട്ടിവേഷനുള്ളൊരു സാധനമാണ്. നിങ്ങളുടെ ഈ ഗ്രാജുവേഷൻ ഇപ്പം നിങ്ങൾ വളരെ സന്തോഷമാണ്. ഈ പുറത്തിങ്ങനെ മഴ പെയ്യാൻ മേഘങ്ങളിങ്ങനെ നിൽക്കുന്നു, അകത്ത് സന്തോഷവും അഭിമാനവും തുള്ളിക്കളിക്കുന്നു. അച്ഛൻ്റെയും അമ്മയുടെയും കൂട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഈ തൊപ്പിയെല്ലാം വെച്ച് ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഇങ്ങനെ വാങ്ങുമ്പോൾ മനസ്സിലൂടെ കടന്നു പോകുന്ന എത്രയെത്ര ചിന്തകൾ, വല്ലാത്തൊരു അനുഭവമാണ്. ഇത് സാധാരണ ഇതിൽ നിങ്ങൾ തൊപ്പി വെച്ച് ഇത്ര നേരമൊന്നും ഇരിക്കില്ല, പക്ഷേ ഇത് സർട്ടിഫിക്കറ്റ് കിട്ടാനുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ഈ തൊപ്പി തലയിൽ എന്തി ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങളുടെ പുറകിലുള്ള അച്ഛനും അമ്മയും അഭിമാന നിമിഷത്തിലാണ്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, hitherto you are responsible, you are answerable. That is graduation. േറെ മലയാളികൾ ഒരു നദിയുടെ കരയിൽ തമ്പടിച്ച് കാത്തിരിക്കുകയാണ് അവസരത്തിന് വേണ്ടി. Dear graduates, അങ്ങനെ ഏതെങ്കിലും ഒരു നദിക്കരയിൽ ഒരു മനുഷ്യൻ അപകടത്തിൽപ്പെടുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ സാന്നിധ്യം പ്രതീക്ഷയോടുകൂടി അവിടെ ഉണ്ട് എങ്കിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കാരക്കാട്ട് അച്ഛനും അദ്ദേഹത്തിന്റെ ടീമും വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ്. ഈ സ്ഥാപനം ഇനിയും ഒരുപാട് മുന്നോട്ട് പോകും. സ്ഥാപനം മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? നിങ്ങളിലൂടെയാണ്, നിങ്ങളുടെ വിജയങ്ങളിലൂടെ. ഞാനിപ്പോ രംഗപൂജ കണ്ടു, എന്ത് രസമായിട്ടാണ് അവരത് അവതരിപ്പിച്ചത്. ആ ടീമിനും ഒരു കൺഗ്രാറ്റ്സ് പറയാതിരിക്കാനാവില്ല, വളരെ നന്നായിട്ട് അവര് അവതരിപ്പിച്ചു. ഗൗരിയെ സ്നേഹത്തോടെ നമ്മെ അഭിമുഖീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, അധ്യാപകരെ, അനധ്യാപകരെ, മാതാപിതാക്കളെ, എൻ്റെ ഇത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം. ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഗ്രാജുവേഷൻ സെറമണി ഓർഗനൈസ് ചെയ്ത മാനേജ്മെൻറ്റിനും സ്റ്റാഫ്സിനും കോർഡിനേറ്റ് ചെയ്ത കോളേജ് യൂണിയനും താങ്ക്സ് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്രയും പ്രധാനപ്പെട്ടതും മറക്കാനാവാത്തതുമായ കാലഘട്ടമാണ് കലാലയ ജീവിതം. അത്തരത്തിൽ 3 വർഷം ഈ കലാലയത്തിൽ പഠനം പൂർത്തിയാക്കി ഒരുപാട് നേട്ടങ്ങളും അറിവുകളോടുകൂടി നമ്മൾ ഈ പടിയിറങ്ങുകയാണ്. പഠനം മാത്രം അല്ല, പാഠ്യേതര വിഷയങ്ങളിലും, അതായത് കല, കായികം, ഗെയിംസ് എല്ലാത്തിലും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ക്യാമ്പസാണ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജ്.
നമ്മുടെ ഉള്ളിലൊരു ചെറിയ സ്പാർക്ക് കണ്ടെത്തി, നമ്മൾ പോലും തിരിച്ചറിയാത്ത നമ്മളെ കഴിവുകളെ കണ്ടെത്തി അതിന് നമുക്ക് പ്രചോദനവും സപ്പോർട്ടും അതിന് നമ്മൾ പ്രാക്ടീസ് എന്ന് മോൾഡ് ചെയ്യുന്ന പ്രിൻസിപ്പളും മാനേജ്മെൻറ്റും സ്റ്റാഫ്സും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ സ്ക്രീൻ പ്ലേ ഒന്നും വായിച്ചിട്ട് വരില്ല. ഇപ്പം മിസ് ഇവിടെ നിന്ന് പറഞ്ഞു പ്രൈസ് നേടിയെന്ന്, ഞാൻ ഇതുവരെ അതൊന്നും വായിച്ചിട്ട് വരില്ല. പക്ഷേ ഫാദർ അത് കണ്ടെത്തി എന്നെ അതിന് പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു, അതിന് മോൾഡ് ചെയ്തു, യൂണിവേഴ്സിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചു, പ്രൈസ് തന്നു. അതുപോലെ തന്നെ ആർട്സിലും സ്പോർട്സിലും ഗെയിംസിലൊക്കെ ഒരുപാട് ചാമ്പ്യൻഷിപ്പും പ്രൈസും ഒക്കെ നേടിയ സ്റ്റുഡൻസ് ഉള്ള പാസ് ഔട്ട് ബാച്ചാണ് നമ്മുടെ ബാച്ച്. അതിൽ വളരെ അഭിമാനിക്കുന്നു. നമസ്കാരം. അറിവും കഴിവും നിരന്തര പരിശ്രമവുമാണ് ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ കുട്ടികളുടെ പ്രത്യേകത. അവരെ വ്യത്യസ്തരാക്കുന്നതും അതുതന്നെയാണ്. MCJ ഇനീഷ്യേറ്റീവായിരുന്ന ഡോൺ ബോസ്കോ ഡിസ്കോസിൻ്റെ TV ഡിസ്കോസിൻ്റെ ആങ്കറായിരുന്നു ജിസ്ന ഷിഫാക്കെ. MCJ വിഭാഗം 1ാം റാങ്ക് ജിസ്ന ഷിഫാക്കേവി. എല്ലാ സെമസ്റ്ററിലും A ഗ്രേഡ് കരസ്ഥമാക്കുന്നതോടൊപ്പം തന്നെ അയ്യങ്കുന്ന് പഞ്ചായത്തിൻ്റെ യങ് റിസർച്ചർ അവാർഡ് കരസ്ഥമാക്കിയ വ്യക്തിയാണ് അലീന ജേക്കബ്. പഠനത്തോടൊപ്പം തന്നെ 2 പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ സ്റ്റുഡൻസ് എക്സലൻസ് അവാർഡ് വിന്നർ കൂടിയായ അലീന ജേക്കബിനാണ് MSW ഫസ്റ്റ് റാങ്ക്. ഷഫ്ന വാജിദ് യൂണിവേഴ്സിറ്റി തലത്തിൽ 2ാം റാങ്ക്. Now she is working as a content writer at Shobha Limited, Bangalore. Shafna Wajid from MCJ യൂണിവേഴ്സിറ്റി തലത്തിൽ 2ാം റാങ്ക്. MSW 2ാം റാങ്ക് അലീന ജോസഫ്. അലീന ജോസഫ് ഫ്രം MSW. അലീന ജോസഫ് അമല ഭവൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പോൾ സോഷ്യൽ വർക്കറായിട്ട് തൻ്റെ സേവനം അനുഷ്ഠിക്കുകയാണ്. യങ് റിസർച്ച് അവാർഡ് വിന്നർ കൂടിയാണ് അലീന ജോസഫ്. തൻ്റെ പഠന സമയത്ത് 2 പേപ്പറുകൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അലീന ജോസഫ് ഫ്രം MSW. സാറ എലിസബത്ത് 2nd റാങ്ക് BSW വിഭാഗത്തിൽ. ഡിഗ്രി പഠന സമയത്ത് തന്നെ നാഷണൽ ലെവലിൽ പേപ്പർ പ്രസന്റ് ചെയ്യുകയും അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാറ എലിസബത്ത്. നെഹ്ല നസീർ ഫ്രം MCJ 3rd റാങ്ക്. നെഹ്ല നസീർ ഫ്രം MCJ 3rd റാങ്ക്. നെഹ്ല ഇപ്പോൾ പബ്ലിക് റിലേഷൻ ഓഫീസറായിട്ട് കേരള കണക്റ്റിൽ വർക്ക് ചെയ്യുകയാണ്. ജേർണലിസം വിഭാഗത്തിൽ 3ാം റാങ്ക് നെഹ്ല നസീർ. അഖില KP MSc കൗൺസിലിംഗ് സൈക്കോളജിയിൽ 3ാം റാങ്ക്. MSc കൗൺസിലിംഗ് സൈക്കോളജിയിൽ 3ാം റാങ്ക് അഖില KP. എല്ലാ സെമസ്റ്ററിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടാണ് യൂണിവേഴ്സിറ്റി തലത്തിൽ 3ാം റാങ്ക് കരസ്ഥമാക്കിയത്. ഗുരുദേവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യുന്ന അഖിലയ്ക്ക് ഡിഗ്രി പഠന സമയത്ത് മുഖ്യമന്ത്രിയുടെ പ്രതിഭാ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളതാണ്. അനഘ കെ ഫ്രം MCJ 4ാം റാങ്ക്. നോവെക്സിൽ കണ്ടന്റ് റൈറ്ററായിട്ടാണ് അനഘ ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നത്. അലൻ ജോസഫ്. അലൻ ജോസഫ് യൂണിവേഴ്സിറ്റി തലത്തിൽ 4ാം റാങ്ക്. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 2022-23 യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് PG യൂണിയൻ റെപ്രസെൻറ്റേറ്റീവ് കൂടിയായിരുന്നു അലൻ ജോസഫാണ് ഇപ്പോൾ ആദരിക്കപ്പെടുന്നത്. അഞ്ജലി മാത്യു 4ാം റാങ്ക് MSW. അഞ്ജലി മാത്യു ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൻ്റെ ഓൾറൗണ്ട് പെർഫോമർക്കുള്ള അവാർഡ് മേടിച്ചതാണ്. അതുപോലെ തന്നെ റിസർച്ച് എക്സലൻസ് അവാർഡും. ഇപ്പോൾ സോഷ്യൽ വർക്കറായിട്ട് കാരുണ്യാലയം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ട്രിവാൻഡ്രത്ത് വർക്ക് ചെയ്യുന്നു. അഞ്ജലി മാത്യു 4ാം റാങ്ക്. നോയലിൻ ജോസഫ് BSc സൈക്കോളജി 5ാം റാങ്ക് BSc സൈക്കോളജിയിലെ നോയലിൻ ജോസഫ്. ടീച്ചേഴ്സിന്റെ അഭിപ്രായത്തിൽ 100% ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആണ് നോയലിൻ ജോസഫ്. അക്കാഡമിക് ടോപ്പറായിരുന്നു. PTA സ്കോളർഷിപ്പും കരസ്ഥമാക്കി. MSc
സൈക്കോളജിയിലെ ഗ്രീഷ്മ MK. യൂണിവേഴ്സിറ്റി തലത്തിൽ 5ാം റാങ്ക് ഗ്രീഷ്മ MK. ഗ്രീഷ്മ ഇപ്പോൾ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു, നവജ്യോതി കോളേജ് ചെറുപുഴ. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലായിരുന്നു ഇത്തവണ. അടുത്തായിട്ട് കോളേജ് ടോപ്പേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. മന്യ വിനോദ് ഫ്രം MCom ഫിനാൻസ്, നിർമ്മൽ KK BA ഇംഗ്ലീഷ്, ഫാത്തിമ സൈബ BBA, ജിയ ദേവസ്യ BCom ഫിനാൻസ്, അക്ഷയ K BCom കോർപ്പറേഷൻ, കൃപ ജോൺസൺ BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, നിവേദിത PV BSc മാത്സ്. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് മന്യ വിനോദ്. വിജിഷ VS ഫ്രം MSc മാത്സ്. കോളേജ് ടോപ്പേഴ്സിന് ശേഷം A+ A ഗ്രേഡ് ഹോൾഡേഴ്സ്, ഔട്ട് ഗോയിങ് ബാച്ചിന്റെ A+ A ഗ്രേഡ് ഹോൾഡേഴ്സിനെയാണ് ആദരിക്കുന്നത്. UG PG ബാച്ചിന്റെ നന്ദന N, ഐശ്വര്യ K, അൽജോ ജോൺസൺ. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് വിജിഷ VS ഫ്രം MSc മാത്സ്. മഞ്ജിമ K ഫ്രം BCA. മഞ്ജിമ K ഫ്രം BCA. A+ A ഗ്രേഡ് ഹോൾഡേഴ്സിന് ശേഷം ഔട്ട് ഗോയിങ് ബാച്ചിന്റെ UG A ഗ്രേഡ് ഹോൾഡേഴ്സിനെയാണ് ആദരിക്കുന്നത്. നകുലസ് കുമാർ BA ഇംഗ്ലീഷ്, ഫാത്തിമ നിത അമിത BA ഫ്രം BSc സൈക്കോളജി. ഇത്രയും പേർ റെഡിയായി നിൽക്കുക. നിർമ്മൽ KK ഫ്രം BA ഇംഗ്ലീഷ്. നിർമ്മൽ KK കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ കാർട്ടൂൺ ജലച്ഛായം. ഇതിലെല്ലാം തുടർച്ചയായിട്ട് വിജയായിട്ടുള്ള, യൂണിവേഴ്സിറ്റി തലത്തിൽ വിജയായിട്ടുള്ള ആളാണ് നിർമ്മൽ KK. BA ഇംഗ്ലീഷ് ടോപ്പർ. ഫാത്തിമ സൈബ ഫ്രം BBA. ഇതിനുശേഷം A+ A ഗ്രേഡ് ഹോൾഡേഴ്സ് ഔട്ട് ഗോയിങ് ബാച്ച് UG ആൻഡ് PG. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ഫാത്തിമ സൈബ ഫ്രം BBA. A+ A ഗ്രേഡ് ഹോൾഡേഴ്സിന് ശേഷം A ഗ്രേഡ് ഹോൾഡേഴ്സ് UG ബാച്ച്. ജിയ ദേവസ്യ. ജിയയുടെ മാതാപിതാക്കളാണ് ജിയയ്ക്ക് വേണ്ടി അത് ഏറ്റുവാങ്ങാൻ വന്നിരിക്കുന്നത്. കാരണം ജിയ MBA ചെയ്യാൻ വേണ്ടി പോയിരിക്കുകയാണ്. ജിയയ്ക്ക് വേണ്ടിയിട്ടാണ് മാതാപിതാക്കൾ അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ജിയ ദേവസിയാണ് BComലെ ടോപ്പർ. എല്ലാ സെമസ്റ്ററിലും A ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടാണ് ജിയ ദേവസ്യ ഈ വിജയം കൈവരിച്ചിരിക്കുന്നത്. അടുത്ത അക്ഷയ K ഫ്രം BCom കോർപ്പറേഷൻ. അക്ഷയ K ഫ്രം BCom കോർപ്പറേഷൻ. കൃപ ജോൺസൺ ഫ്രം BCom കമ്പ്യൂട്ടർ. കൃപ ജോൺസൺ ഫ്രം BCom കമ്പ്യൂട്ടർ. ഇതിനുശേഷം A+ A ഗ്രേഡ് ഹോൾഡേഴ്സ് ഔട്ട് ഗോയിങ് UG ആൻഡ് PG ബാച്ചസ് റെഡിയായി നിൽക്കുക. നിവേദിത PV ഫ്രം BSc മാത്സ്. നിവേദിതയുടെ പ്രൊജക്ട് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 3rd പ്ലേസ് കരസ്ഥമാക്കിയിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന പ്രോജക്റ്റാണ്. അതിൽ നിവേദിതയ്ക്കാണ് കേരള കാത്തലിക് അൺഎയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടന്ന മത്സരത്തിൽ 3ാം സ്ഥാനം. അതുപോലെ തന്നെ ISROയുടെ ഇന്റേൺഷിപ്പിൽ പങ്കെടുത്ത ആളാണ് നിവേദിത. BSc മാത്സിലെ ടോപ്പർ നിവേദിത. അടുത്തതായിട്ട് A+ A ഗ്രേഡ് ഹോൾഡേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. നന്ദന N ഫ്രം BSc മാത്സ് A+ ഹോൾഡർ. A+ ആദരിച്ചതിന് ശേഷം UG ബാച്ചിന്റെ A ഗ്രേഡ് ഹോൾഡേഴ്സിനെ ആയിരിക്കും ആദരിക്കുന്നത്. ഐശ്വര്യ KK ഫ്രം ഐശ്വര്യ KK ഫ്രം BSc മാത്സ് A+ ഹോൾഡർ. ഐശ്വര്യ KK ഫ്രം BSc മാത്സ് A+ ഹോൾഡർ. അൽജോ ജോൺസൺ BSW A+ ഹോൾഡറാണ്. അൽജോ ജോൺസൺ 2023-24 കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. അതുപോലെ തന്നെ എല്ലാ വർഷവും യോഗ ടീമിലെ മെമ്പർ കൂടിയായിരുന്നു. യൂണിവേഴ്സിറ്റി തലത്തിലെ യോഗ ടീമിൽ ഉൾപ്പെട്ട ആളുമായിരുന്നു അൽജോ ജോൺസൺ ഫ്രം BSW A+ ഹോൾഡർ. അടുത്തായിട്ട് A ഗ്രേഡ് ഹോൾഡേഴ്സ് ഔട്ട് ഗോയിങ് ബാച്ച് A ഗ്രേഡ് ഹോൾഡേഴ്സിനെയാണ് ആദരിക്കുന്നത്. നകുലസ് കുമാർ ഫ്രം BA ഇംഗ്ലീഷ്. നകുലസ് ശേഷം BSc സൈക്കോളജി, BCom കോർപ്പറേഷൻ, BCom ഫിനാൻസ്, BCA ആൻഡ് BSW. ഇത്രയും കുട്ടികൾ റെഡിയായി നിൽക്കുക.
നകുലസ് കുമാർ ഫ്രം BA ഇംഗ്ലീഷ്. ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത് ആയിഷ ഹനി ഫ്രം BSc സൈക്കോളജി. A ഗ്രേഡ് ഹോൾഡർ ആയിഷ ഹനി. Aisha Hani from BSc Psychology. Farida PP from BSc Psychology. Outgoing UG ബാച്ചിന്റെ A ഗ്രേഡ് ഹോൾഡേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത് ഫരീദ PP ഫ്രം BSc Psychology. BSc Psychologyക്ക് ശേഷം BCom കോർപ്പറേഷനിൽ നിന്നും ദേവപ്രിയ പ്രദോഷ്, സിസ്റ്റർ അലീഷ ആൻഡ്രോസ് കെയ. BCom കോർപ്പറേഷനിലെ ദേവപ്രിയ പ്രദോഷ്, ദേവിക പടിക്കൽ. BCom ഫിനാൻസിൽ നിന്നും അഞ്ജന സന്തോഷ്, നന്ദനായൻ. BSc സൈക്കോളജിയിൽ ഗ്രേസ് ജോഷി. BCA നിന്നും അഭിജിത്ത് PV, അനുരാഗ്, ആൻമരിയ. അനാമിക ഗൗരി ഫ്രം BSc സൈക്കോളജി. യൂണിയൻ വൈസ് ചെയർപേഴ്സൺ ആയിരുന്ന അനാമിക ഗൗരിയാണ് ഇപ്പോൾ ആദരവേറ്റുവാങ്ങുന്നത്. BSc സൈക്കോളജിക്ക് ശേഷം BCom കോർപ്പറേഷൻ, BCom ഫിനാൻസ്, BCA, BSW നിന്നും ജസ്റ്റിൻ തോമസ്, ആനന്ദ് സജി, ജിൽസൺ ജോൺസൺ TJ, അഭിനയ ഷാജി, അഞ്ജന ഫ്രാൻസിസ്. അനാമിക മനോജ് ഫ്രം BSc സൈക്കോളജി. UG ഔട്ട്ഗോയിങ് ബാച്ച് A ഗ്രേഡ് ഹോൾഡേഴ്സിന് ശേഷം ഔട്ട്ഗോയിങ് PG ബാച്ചുകളെ ആദരിക്കുന്ന ചടങ്ങാണ്. ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത് അനാമിക മനോജ് ഫ്രം BSc സൈക്കോളജി. ഫാത്തിമ നിദാറ്റി ഫ്രം BSc സൈക്കോളജി. from BSc Psychology. Amida VL from BSc Psychology. BSc സൈക്കോളജിയിലെ അമിത VL ആണ് ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത്. BCom കോർപ്പറേഷനിൽ നിന്നും ദേവപ്രിയ പ്രദോഷ് ഫ്രം BCom കോർപ്പറേഷൻ. ദേവിക പടിക്കൽ ഫ്രം BCom കോർപ്പറേഷൻ. യൂണിവേഴ്സിറ്റി തലത്തിൽ ആർട്സിന് കോപ്പറേറ്റ് ചെയ്ത ആളാണ് ദേവിക പടിക്കൽ. ഇത്തവണത്തെ യൂണിവേഴ്സിറ്റിയിൽ ഇംഗ്ലീഷ് നാമയ്ക്ക് ഫസ്റ്റ് വിത്ത് A ഗ്രേഡ് കിട്ടിയ ടീമിലെ മെമ്പർ ആയിരുന്നു ദേവിക പടിക്കൽ ഫ്രം BCom കോർപ്പറേഷൻ. അഞ്ജന സന്തോഷ് ഫ്രം BCom ഫിനാൻസ്. എല്ലാ സെമസ്റ്ററിലും A ഗ്രേഡുകൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് അഞ്ജന ഓവറോൾ A ഗ്രേഡ് നേടിയത്. അതോടൊപ്പം തന്നെ ACCA കൂടി ക്ലിയർ ചെയ്ത ആളാണ്. ഡിഗ്രിയോടൊപ്പം തന്നെ ACCA കൂടി കംപ്ലീറ്റ് ആക്കിയിട്ടാണ് അഞ്ജന ഡോൺ ബോസ്കോയുടെ പടിയിറങ്ങുന്നത്. നന്ദന N ഫ്രം BCom ഫിനാൻസ്. അതിനുശേഷം BCAയിൽ നിന്നും അഭിജിത്ത് PV, അനുരാഗ്, ആൻമരിയ. ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത് നന്ദന N ഫ്രം BCom ഫിനാൻസ്. അഭിജിത്ത് PV ഫ്രം BCA. എല്ലാ സെമസ്റ്ററിലും A ഗ്രേഡ് കരസ്ഥമാക്കിയാണ് അഭിജിത്ത് ഈ അവാർഡിന് അർഹനായത്. പഠനത്തിനോടൊപ്പം തന്നെ കോളേജ് യൂണിയന്റെ എല്ലാ പാഠ്യേതര പ്രവർത്തനങ്ങളിലും ഒപ്പം നിന്ന വ്യക്തിയാണ് അഭിജിത്ത് PV ഫ്രം BCA. ഓവറോൾ പെർഫോമർ അവാർഡും അഭിജിത്തിന് സ്വന്തമായിരുന്നു കഴിഞ്ഞ തവണ. അനുരാഗ് ഫ്രം BCA. ആൻമരിയ ഫ്രം BCA.
ഹോൾഡേഴ്സ് ഔട്ട് ഗോയിങ് PG ബാച്ചുകളെയാണ് ആദരിക്കുന്നത്. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ആൻമേരിയ ഫ്രം BCA, ജസ്റ്റിൻ തോമസ് ഫ്രം BSW. ജസ്റ്റിൻ തോമസ് ഫ്രം BSW. ആനന്ദ് സജി ഫ്രം BSW. ആനന്ദ് സജി 2023-24 കോളേജ് യൂണിയൻ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. സിബി തോമസ് സാറിൽ നിന്നും ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ആനന്ദ് സജി ഫ്രം BSW. ജിൽസൺ ജോൺസൺ TJ. ജിൽസൺ ജോൺസൺ TJ ഫ്രം BSW. അഭിനയ ഷാജി ഫ്രം BSW. അഭിനയ ഷാജി. അഞ്ജന ഫ്രാൻസിസ്. അഞ്ജന ഫ്രാൻസിസ് ഫ്രം BSW. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് അഞ്ജന ഫ്രാൻസിസ് ഫ്രം BSW. അടുത്തതായിട്ട് ഔട്ട് ഗോയിങ് PG ബാച്ചസിലെ A ഗ്രേഡ് ഹോൾഡേഴ്സിനെ ആദരിക്കുന്ന ചടങ്ങാണ്. ദേവിജ ഫ്രം MSc സൈക്കോളജി. മൈൻഡ് സെറ്റ് കൂത്തുപറമ്പിൽ ബിഹേവിയറൽ തെറാപ്പിസ്റ്റ് ആയിട്ടാണ് ദേവിജ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. ദേവിജ ഫ്രം MSc സൈക്കോളജി. അലീന സ്കറിയ ഫ്രം MSW. അലീന സ്കറിയ ഫ്രം MSW, A ഗ്രേഡ് ഹോൾഡർ. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് അലീന സ്കറിയ ഫ്രം MSW. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. താങ്ക് യു നിഷാമിസ്. വിജയികൾക്ക് അഭിനന്ദനങ്ങൾ. അടുത്തതായി ഒരു ഗാനം. from MSW. താങ്ക് യു ഫാദർ. താങ്ക് യു സോ മച്ച്. അടുത്തായിട്ട് നമ്മൾ BSW ആദരിക്കുന്നതാണ്. അതിനുവേണ്ടി നമ്മുടെ മുൻ റെക്ടർ ആൻഡ് മാനേജർ റെവറൻഡ് ഫാദർ ഡോക്ടർ ബാസ്റ്റിൻ നെല്ലിശ്ശേരി അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ജേർണലിസ്റ്റിലെ മേഘ PB, അമല PJ ഫ്രം MCOM ഫിനാൻസ്, അമ്മു CM ഫ്രം MCOM ഫിനാൻസ്, ദിൽന
KS. Delna KS from MA English. ഇപ്പോൾ അതിന് ഏറ്റുവാങ്ങുന്നത് അമ്മോസിയം ഫ്രം എംകോം ഫിനാൻസ്. MA ഇംഗ്ലീഷിൽ നിന്നും Delna KS. Delna KSന്റെ അഭാവത്തിൽ പേരൻസ് ആണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. സിനിഷ ഫ്രം MA ഇംഗ്ലീഷ്. സിനിഷ ഫ്രം MA ഇംഗ്ലീഷ്. സിനിഷയുടെ അഭാവത്തിൽ സിനിഷയുടെ അമ്മയാണ് അവാർഡ് ഏറ്റുവാങ്ങുന്നത്. ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ബികോം ഫിനാൻസിൽ നിന്നുള്ള പ്രഫുൽ ദേവസ്യ. 2021-24 ബാച്ചിലെ പ്രഫുൽ ദേവസ്യാണ് ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത്. വിജയ് ബിനു ഫ്രം ബികോം ഫിനാൻസ്. റിസ കബീർ KP ഫ്രം ബികോം ഫിനാൻസ്. അബിൻ തോമസ്. ആൽഫ്രഡ് ബിജു. അലോഷ്യസ് എം അഗസ്റ്റിൻ ഫ്രം ബികോം ഫിനാൻസ്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എന്നുള്ളിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ തൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നു മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. നിന്നെ എതിരേൽക്കുമല്ലോ പൗർണമി പെൺകൊടി, പാടി വരവേൽക്കുമല്ലോ പാതിരാ പുള്ളുകൾ. നിന്റെ അനുവാദമറിയാൻ എൻ മനം കാതോർത്തിരിച്ചു. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ, പണ്ടത്തെ പാട്ടുറങ്ങുമൊരു മൺവീണയാണെന്റെ മാനസം. അന്നെന്നിൽ പൂവണിഞ്ഞ മൃദുസല്ലാപമല്ലോ നിൻ സ്വരം. എന്നിട്ടും നീ എന്നോടിന്നു മിണ്ടാത്തതെന്താണ്? പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? കുഞ്ഞോളം തുള്ളി വന്നൊരഴകായി എൻ മുന്നിൽ മിന്നി വന്ന കവിതേ. താങ്ക് യു. ഗാനാലാപനത്തിനായി MSW വിഭാഗം വിദ്യാർത്ഥിനി പ്രീജിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. കേട്ടതില്ലേ പനി പൂക്കൾ ചോടി
സൈക്കോളജിയുടെ മേധാവിയായിരുന്ന പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആയ റവറൻ ഫാദർ ഡോക്ടർ കുര്യാക്കോസ് പള്ളിക്കുന്നേൽ അവർകളെ സാദരം ക്ഷണിക്കുന്നു. നമ്മെ അഭിമുഖീകരിച്ചതിന് ശേഷം അദ്ദേഹം വിദ്യാർത്ഥികളെ ആദരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ കലാലയം വിട്ടുപോയതിന് ശേഷവും ഈ അവസരത്തിൽ അംഗീകാരത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും അവസരത്തിൽ എന്നെ ഓർമ്മിക്കുകയും നേരത്തെ തന്നെ ഇതിൻ്റെ അറിയിപ്പുകൾ നൽകുകയും ഇങ്ങോട്ട് ക്ഷണിക്കുകയും ചെയ്ത പ്രിൻസിപ്പലിനും സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് മേധാവിയായിട്ടുള്ള ഡൈനാമിസിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. കേവലം 4 വർഷം മാത്രമാണ് ഞാൻ ഈ കലാലയത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് മാത്രമാണ് അത് പറഞ്ഞത്. ഇന്ന് ഈ ആഘോഷത്തിൽ പങ്കെടുക്കുമ്പോൾ അംഗീകാരത്തിൻ്റെ പ്രമാണങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. എത്തിപ്പിടിച്ച അംഗീകാരത്തിൻ്റെ ആ സാക്ഷാത്കാരം നിങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട്. ഒരുപക്ഷെ അക്കാഡമിക് അച്ചീവ്മെൻറ്റിൻ്റെ അംഗീകാരങ്ങളാണ് നിങ്ങൾ ഏറ്റുവാങ്ങുന്നത്. പക്ഷെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ കലാലയത്തിൽ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്ന ഈ വർഷങ്ങളിൽ നിങ്ങൾ നേടിയിട്ടുള്ള എല്ലാ നേട്ടങ്ങളും, പ്രത്യേകിച്ച് ജീവിത പ്രതിസന്ധികളെ നേരിടുക, അവസരങ്ങളെ എത്തിപ്പിടിക്കുക, അങ്ങനെ നിങ്ങൾ നേടിയിട്ടുള്ള പല നിങ്ങളുടെ നേട്ടങ്ങൾക്കും ഒരുപക്ഷെ അംഗീകാരങ്ങൾ പരസ്യമായി ലഭിക്കണമെന്നില്ല. പക്ഷെ അതെല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ മുന്നേറുവാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ആദരിക്കുന്നതിന് വേണ്ടി കുര്യാക്കോസ് അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. MSc സൈക്കോളജിയിൽ നിന്നും ഫാദർ ജിൻഡോ ജോസഫ് ഫ്രം MSc സൈക്കോളജി. അച്ഛനിപ്പോൾ നിർമ്മല ലോക വികാരി കൂടിയാണ്. അബ്സീന കെ എം ഫ്രം MSc കൗൺസിലിംഗ് സൈക്കോളജി. അനശ്വര PS ചിൽഡ്രൻസ് ഹോം കൗൺസിലറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അനശ്വര PS ഫ്രം MSc കൗൺസിലിംഗ് സൈക്കോളജി. ശ്രേയ കെ ശ്രുതി കൃഷ്ണ MSc കൗൺസിലിംഗ് സൈക്കോളജിയിൽ നിന്നും. ഗോപിക TK ഫ്രം BSc സൈക്കോളജി. പഞ്ചമി PM ഇപ്പോൾ ആദരവേറ്റു വാങ്ങുന്നത് ഗോപിക TK ഫ്രം BSc സൈക്കോളജി. പഞ്ചമി PM. ഫിദ ജുമാന PV ഫ്രം BSc സൈക്കോളജി. ശരണ്യ വിജയൻ. ഷഹല ഷെറിൻ ഫ്രം BSc സൈക്കോളജി. അലൻ ഷാജു. അഭിനന്ദ് PM. കഴിഞ്ഞ വർഷത്തെ അൺസങ് ഹീറോ കൂടിയായ അഭിനന്ദ് PM ഫ്രം ബികോം കോർപ്പറേഷൻ. അഖിൽ PP. അഹൽ കെ. Zidna Firoz from Bicom Corporation. Aditya KK from Bicom Corporation. Aljo John Jos from Bicom Corporation. കെവിൻ സംഗുരൻ സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഡോൺ തോമസ് ഫ്രം BCA. കമ്പ്യൂട്ടർ വിഭാഗം HODയും വൈസ് പ്രിൻസിപ്പാളുമായ കെവിൻ നോബൽ ബാബു. അബിദ സിംഗ്. യൂണിവേഴ്സിറ്റി തലത്തിൽ ഹിന്ദി പ്രതിപാരായണത്തിന് 3ാം സ്ഥാനം. ജോൺ ബെന്നിൻ ഫ്രം BCA.
ജോർജ് ഫ്രം BCA. 2021-24 ബാച്ചിലെ BCAയിലെ യൂജിൻ ജോർജ് ആണ് ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത്. റിബിൻ അഗസ്റ്റിൻ ഫ്രം BCA. റിബിൻ അഗസ്റ്റിൻ ഫ്രം BCA. ഫാത്തിമ കെ. അർജുൻ TM from BCA. Yebin Reggie. Jidin Lal from BCA. Sarang S. BCA ninnu Sarang S. PTA Vice President Madhukutti Pandapalakal സാറിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഫെബിൻ ഷാൻകെ. ആൻ വെറോണിക്ക പോൾ ഇപ്പോൾ ആദരവ് ഏറ്റുവാങ്ങുന്നത് ഫെബിൻ ഷാൻകെ ഫ്രം ബികോം കമ്പ്യൂട്ടർ. ജോമിൻ PJ. ഐശ്വര്യ ദേവ് EP. അഭിനവ് കെ. 2021-24 ബാച്ചിലെ സാരംഗ് വി ഫ്രം ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ. മുഹമ്മദ് നോഷിൻ PP. ശ്രീരാഗ് കെ സുരേന്ദ്രൻ. അമിൽ ടോമി ബികോം കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ നിന്നും അമിൽ ടോമി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എൽട്ടൺ ഫെർമിൻ ഫ്രം BA ഇംഗ്ലീഷ്. ഡോൺ ബോസ്കോ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ സ്നേഹോപഹാരം ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥിക്ക് നൽകുന്നത് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ. മുഴുവൻ പരിപാടി കഴിയുന്നതുവരെ നമ്മോടൊപ്പം സ്നേഹപൂർവ്വം പങ്കെടുത്ത അദ്ദേഹത്തെ നമ്മൾ സ്നേഹത്തോടെ ആദരവോടെ ഉപഹാരം നൽകി ആദരിക്കുന്നു. താങ്ക് യു ഫാദർ, താങ്ക് യു സർ. ഔദ്യോഗികമായ സ്നേഹബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ, പ്രിയ മാതാപിതാക്കളെ, വിദ്യാർത്ഥികളെ, ഡിയർ ഫാക്കൽറ്റി മെമ്പേഴ്സ്, വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷങ്ങളിലൂടെ നമ്മൾ ഈ സ്ഥാപനത്തിലൂടെ കടന്നുപോയി. അതായത് നമ്മുടെ ഇവിടെ പഠിച്ച കുട്ടികൾ ഗ്രാജുവേറ്റ്സ് ആയിട്ട് അവർ പൂർണ്ണമായിട്ടും പുറത്ത് ഇറങ്ങിപ്പോവുകയാണ്. ഇംഗ്ലീഷിൽ 2 വാക്കിൽ പറയുകയാണെങ്കിൽ ജീവിതം എന്ന് പറയുന്നത് മൂവിങ് ഓൺ ആണ്. അതായത് ഈ ഒരു ജീവിതത്തിൽ നിന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് അവർ പ്രവേശിക്കുന്നു. ഈ ഒരു മേഖലയിൽ നിന്ന് ചിലപ്പോൾ ജോലിയിലെ മേഖലയിലേക്ക് പ്രവേശിക്കുന്നു. സത്യം പറഞ്ഞാൽ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് നന്ദി പ്രകടിപ്പിക്കുക എന്നതാണ്. ഞാൻ വലിയൊരു നന്ദി പ്രകടനമൊക്കെ റെഡിയാക്കി വന്നതാണ്. എന്നിരുന്നാലും സമയത്തിൻ്റെ പരിമിതി മൂലം വളരെ ചെറിയ വാക്കുകളിൽ, സ്വന്തം വാക്കുകളിൽ പറയുകയാണ്. ഏറ്റവും ആദ്യം നന്ദി പറയേണ്ടത് നമ്മുടെ ഡെപ്യൂട്ടി DYSP ആയ CB തോമസ് സാറിനെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് സാറിനെ കാണുന്നത്. സിനിമയിലും മറ്റുമൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എന്നിരുന്നാലും സാറ് അച്ഛന്മാരുടെ റെഫക്ടറിയിലൊക്കെ വന്നിരുന്ന് ഞങ്ങളോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷം തോന്നി. ആദ്യമായിട്ടാണ് ഒരു വിശിഷ്ടാതിഥി ഇത്രയും ലോങ് ആയിട്ടുള്ള ഒരു പരിപാടിക്ക് തുടക്കം മുതൽ അവസാനം വരെ ഇരുന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നത്. എനിക്ക് തോന്നുന്നു അത് വലിയൊരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ ആയിരിക്കും സാറ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ. സാറ് ഈ സമയം കണ്ടെത്തി ഇവിടെ വരുവാനും ഞങ്ങളുടെ കുട്ടികളോട് ജീവിതത്തിലെ പരാജയങ്ങൾ എങ്ങനെ നേരിടണമെന്ന് വ്യക്തമായിട്ട് പറയുകയും ചെയ്തു. അതിന് DYSP CB തോമസ് സാറിനോട് ഡോൺ ബോസ്കോ കോളേജിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് ശ്രീ പ്രിൻസ് എബ്രഹാം സാറാണ്. നമ്മുടെ വളരെ നല്ലൊരു സുഹൃത്താണ്. സ്ഥാപനത്തിൻ്റെ ഒരു മാതാപിതാക്കളിൽ ഒരാൾ കൂടിയാണ്.
സാറിൻ്റെ സംസാരം വളരെ ലളിതമായിട്ട് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ കുട്ടികളെ മുന്നോട്ട് പോകേണ്ടതെന്നും ജീവിതത്തിലെ വെല്ലുവിളികൾ എങ്ങനെ നേരിടാമെന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം സാറിൻ്റെ സംസാരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഈ അവസരത്തിൽ പ്രിൻസ് എബ്രഹാം സാറിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുകയാണ്.